കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്ന ദിവസന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 121 സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. റോമ ലേഖന പുസ്തകത്തിന്റെ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച് നിർത്തിയതിൻ്റെ ബാക്കിയായിട്ട് തുടർമാനമായിട്ട് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 26 വാക്യം വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അതൊന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യണം. അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യണം. ചെയ്തതിന് 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മുൻപായിട്ട് 1-2 പെട്ടെന്നുള്ള അനൗൺസ്മെന്റുകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം. പ്രാരംഭമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് അമേരിക്കയിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസ്, കൊളംബസ് ബൈബിൾ ചർച്ച്, ഒഹായോ, USA കേന്ദ്രമാക്കി അവിടെ നിന്നും നടത്തപ്പെടുന്ന ഈ ബൈബിൾ ക്ലാസ് അതിൻ്റെ 2025-26 ബാച്ച് ഈ ഏപ്രിൽ 19-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അഡ്മിഷന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ബന്ധപ്പെടുവാനായിട്ട്, എന്നെയോ ഡോക്ടർ ചെറിയാൻ കുര്യനെയോ ബന്ധപ്പെടുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. പലരും പറയാറുണ്ട് ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ പലപ്പോഴും അവൈലബിൾ അല്ല, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ബ്രദർ എൽദോ വർഗീസ്, ഡോക്ടർ ചെറിയാൻ കുര്യൻ, മൈസെൽഫ്, ബ്രദർ തോമസ് ജോർജ്, ഞങ്ങളുടെ 3 പേരുടെയും നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ കോൺടാക്ട്സ്. പ്രത്യേകിച്ച് ഈ അഡ്വാൻസ്ഡ് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസിനോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുവാനും ഇതിനെക്കുറിച്ച് ഇതിൽ അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നവർ ഞങ്ങളെ ബന്ധപ്പെടുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ഏപ്രിൽ 19-ാം തീയതി ഫസ്റ്റ് ബാച്ച് ആരംഭിക്കും. ആരംഭിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നീട് പുതിയൊരു എൻട്രി അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അതിന് മുൻപ് തന്നെ അങ്ങനെ താല്പര്യമുള്ളവർ അറിയിക്കുവാനായിട്ട് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഏപ്രിൽ 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പല TGM ദ ഗേറ്റ് മിനിസ്ട്രീസിന്റെ മീറ്റിങ്ങുകൾ നടക്കുന്നു. പല സ്ഥലങ്ങളിലായിട്ട് പൂനെയിലും ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് മീറ്റിങ്ങുകൾ നടക്കുന്നു. അതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളെല്ലാവരും വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ആ ദേശത്തെല്ലാം ഒരു വലിയ ഉണർവ് ഈ കാലഘട്ടങ്ങളിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. ഈ സത്യം ജനം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇടയിൽ നടക്കുന്ന മീറ്റിംഗ് വലിയ അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് വിശേഷാൽ പ്രാർത്ഥിക്കണം. ആ മീറ്റിങ്ങിന് ഞാനും കടന്നു പോകേണ്ടതാകിയാൽ 5-ാം തീയതി, അതായത് അടുത്ത ശനിയാഴ്ചത്തെ നമ്മുടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഓർപ്പിക്കുകയാണ്. എന്നാൽ ഏപ്രിൽ 12-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കും. ഒരേ ഒരാഴ്ചയേ ഉള്ളൂ ലീവ്, ഒരു ബ്രേക്ക്. അതുകൊണ്ട് ബ്രേക്ക് ആയെന്ന് വിചാരിച്ച് എല്ലാവരും അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ വരാതിരിക്കരുത്. 12-ാം തീയതി നമ്മുടെ ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കുന്നതാണ്. വിശേഷാൽ ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു വിഷയം ഓർപ്പിക്കാനുള്ളത്, മെയ് മാസം 21-22 തീയതികളിൽ നടക്കുന്ന ഈ റൈറ്റ് ഡിവിഷൻ സെമിനാർ മാരാമണ്ണ് മർത്തോമ റിട്രീറ്റ് സെന്റർ കേന്ദ്രമാക്കി അവിടെ നടക്കുന്ന ഈ റൈറ്റ് ഡിവിഷൻ സെമിനാർ, ഇതിലേക്ക് വന്ന് സംബന്ധിക്കുവാൻ താല്പര്യപ്പെടുന്നവർ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫോം അയച്ചിട്ടുണ്ട്. അത് ഫില്ലപ്പ് ചെയ്ത് അയച്ചു തരുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ പല കാര്യങ്ങളും വേണ്ടെന്ന് വേണം ക്രമീകരിക്കുവാനായിട്ട് കഴിയത്തുള്ളല്ലോ. അതുകൊണ്ട് ആ രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് ഉത്സാഹത്തോടെ അത് ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്നു. അതിനും ഞങ്ങൾ 3 പേരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. എൽദോ ബ്രദർ, ചെറിയാൻ കുര്യൻ, ഇവർ 2 പേരും ആക്റ്റീവായിട്ട് അതിന് മുന്നിലുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. 4-മതായിട്ടൊരു വിഷയം പറയാനുള്ളത്, ഏപ്രിൽ 5-ാം തീയതി മുതൽ എറണാകുളത്ത് ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എളംകുളം പള്ളിയുടെ ഒരു ഹാളിൽ അതിനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നിരിക്കുന്നു. ബ്രദർ എൽദോ വർഗീസ് നിരന്തരം അവിടുത്തെ ബൈബിൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ ആഴ്ചയിലും ഉണ്ടാകുമോ അതോ എവറി അതർ വീക്ക്, ഓൾട്ടർനേറ്റീവ് വീക്കിലായിരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് പുറകാലെ അറിയിക്കും. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏപ്രിൽ 5-ാം തീയതി തന്നെ അത് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് എന്നെ അറിയിക്കുകയുണ്ടായി. അതിന് പ്രകാരം ഞാൻ ആ വിഷയം നിങ്ങളെ അറിയിക്കുകയാണ്. എറണാകുളത്തും പരിസര പ്രദേശങ്ങളിൽ ഉള്ളവരൊക്കെ ആ ഒരു ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും, ആ ദേശത്തിന് അനുഗ്രഹമായിരിക്കും. അവിടെ നമുക്ക് തുടർന്ന് ആരാധനയും ദൈവത്തെ പാടി സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ മുഖാന്തരങ്ങൾ ഒരുങ്ങേണ്ടതിനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അറിയിപ്പുകളാണ് ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളെ
അറിയിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. തുടർമാനമായിട്ട് നമ്മൾ ബൈബിൾ സ്റ്റഡിയിലേക്ക് വരികയാണ്, നമ്മുടെ തുടർമാനമായ പഠനത്തിലേക്ക് വരികയാണ്. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് അത് തുടർമാനമായിട്ട് പഠിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ബൈബിളിലെ തന്നെ അടിസ്ഥാനപരമായ ചിന്തകളാണ് നാം ഈ ഭാഗങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനത്തിലെ തന്നെ എന്നല്ല, ബൈബിളിലെ തന്നെ അടിസ്ഥാനമായ ചിന്തകളാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെ അല്പം ദൂരത്തിൽ നിന്ന് നമ്മൾ കണ്ടു കേട്ടു. ഇന്ന് അല്പം കൂടെ അടുത്ത് ചെന്ന് ഒരു ക്ലോസർ ലുക്ക്, അതോടുകൂടി ആ വിഷയം നമുക്ക് പരിപൂർണമായിട്ട് മനസ്സിലാകണം. അതിൽ യാതൊരു സംശയവും ഇനി ബാക്കി കിടക്കാൻ പാടില്ല. ദ മോർ ക്ലോസർ യു വിൽ ഗോ ടു ജീസസ്, ദ മോർ ക്ലോസർ, ദ മോർ ക്ലിയറർ യു വിൽ ബിക്കം. അതായത് കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ എത്രയും അടുത്തടുത്ത് ചെല്ലുന്നോ അത്രമാത്രം അവനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്കിടയാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പഠന വിഷയത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 9 വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, മഗ്ദലനക്കാരത്തി മറിയം കർത്താവിനെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷം, കർത്താവ് ഉയർത്തിരിക്കുന്നു എന്നുള്ള സുവിശേഷം ലോകത്തെ അറിയിക്കുന്നു. ഈ മഗ്ദലന മറിയമാണ് ആക്ച്വലി കർത്താവ് ഉയർത്തു എന്നുള്ള സുവിശേഷം ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ച വ്യക്തി. പക്ഷെ എന്നുണ്ടെങ്കിൽ താൻ അറിയിച്ചത് ഒരു ഫോൾസ് ഇൻഫർമേഷൻ ആയിരുന്നു. തന്നെ ആരോ എടുത്തുകൊണ്ട് പോയി എന്നൊരു ഇൻഫർമേഷനാണ് അറിയിച്ചത്. ആക്ച്വലി കർത്താവ് ഉയർത്തു എന്ന് പറഞ്ഞത് മറിയമാണെങ്കിലും മറിയെ അത് കർത്താവിനെ അടുത്ത് ചെന്ന് കാണാഞ്ഞത് കാരണം ഒരു ഫോൾസ് ഗോസ്പൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തെറ്റായ ഇൻഫർമേഷനാണ് താൻ അവിടെ കൊടുക്കുവാനായിട്ട് ഇടയായത്. ഞാനതൊന്ന് വായിച്ച് ആ വിഷയം നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലനക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. മറിയം അവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുക. അത് രാവിലെ തന്നെ അവിടെ എത്തിയിരിക്കുകയാണ്. കാര്യം കർത്താവിന്റെ കല്ലറയ്ക്കൽ സുഗന്ധദ്രവ്യങ്ങൾ ഒഴിക്കണം. അതിനു വേണ്ടിയിട്ട് ഇരുട്ടുള്ളപ്പോൾ തന്നെ എത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെ ഭയങ്കര പ്രശ്നമുണ്ട്. കല്ലറയുടെ മുന്നിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. അവിടെ റോമൻ പട്ടാളം കാവൽ നിൽപ്പുണ്ട് എന്നൊക്കെ അറിയാം. പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും സാരമില്ല, ഞാൻ പോവുകയാണ്, ഞാൻ ആ കല്ലറയ്ക്കൽ കഴിയുമെന്നുണ്ടെങ്കിൽ ആ കല്ലിന്റെ പുറത്താണെങ്കിലും തരക്കേടില്ല, ആ സുഗന്ധദ്രവ്യങ്ങൾ ഒഴിച്ചിട്ട് പോരുവാനുള്ള ഒരുക്കത്തോടു കൂടി മറിയ കർത്താവിന്റെ കല്ലറയ്ക്കിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അടുത്ത് ചെല്ലുവാൻ കഴിയുന്നതിന് മുൻപായിട്ട് അടുത്ത വാക്യം കണ്ടില്ലയോ, അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നവരോട് പറഞ്ഞു. അടുത്ത് ചെന്നപ്പോഴേ കല്ലറ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പേടിച്ചു പോയി. അകത്തോട്ട് ഒന്ന് നോക്കി, അവിടെ ഇല്ല എന്ന് മനസ്സിലായി. ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന കാര്യം, തുണികളൊക്കെ അവിടെ ചുരുട്ടിയിട്ടേക്കുന്നു. കർത്താവിനെ ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു, അവിടെ ഇല്ല എന്ന് മനസ്സിലായപ്പോഴത്തേന് തിരിച്ചോടി ശീമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റു ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. നമുക്കറിയാം പത്രോസും യോഹന്നാനുമാണ്. അതിൽ യോഹന്നാൻ വളരെ ചെറുപ്പമാണ്, ടീനേജറാണ്, വളരെ ചെറുപ്പമാണ്. കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനാണ്. കേട്ടപാടെ താൻ ഓടുകയാണ്. ഓടി എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് താൻ ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. യോഹന്നാനും അവിടെ അടുത്തെത്തിയെങ്കിലും താനും അകത്ത് കടന്നില്ല, വെളിയിൽ നിന്ന് നോക്കിയതേ ഉള്ളൂ, ശീലകൾ കിടക്കുന്നത് കണ്ടതേ ഉള്ളൂ. കർത്താവിനെ എത്ര അടുത്ത് നമ്മൾ ചെന്ന് കാണുന്നു അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. യോഹന്നാനും ആദ്യം ഓടിയെത്തിയെങ്കിലും അകത്ത് കിടക്കാതെ വെളിയിൽ നിന്ന് കുനിഞ്ഞു നോക്കിയതേ ഉള്ളൂ. ശീലകൾ കിടക്കുന്നത് കണ്ടു. അത് കർത്താവിനെ ആ എംബാം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ശീലകളിൽ ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞിട്ടാണ് അകത്തേക്ക് വെക്കുന്നത്. ആ ശീലകളെല്ലാം അഴിഞ്ഞു കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. അടുത്ത വാക്യം നോക്കി, അവിടെ പറയുകയാണ്, അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു, കല്ലറയിൽ കടന്നു. ശീമോൻ പത്രോസ് അല്പം ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിലും അദ്ദേഹം അകത്ത് കടക്കുവാനായിട്ടിടയായി, കല്ലറയ്ക്കൽ കടക്കുവാനായിട്ടിടയായി. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം പറയാണ്, ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാൽ ശീലകളോടുകൂടി കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അകത്ത് കിടന്നപ്പോഴത്തേന് കാര്യങ്ങൾക്ക് അല്പം കൂടെ വ്യക്തത വരികയാണ്. പത്രോസ് അകത്ത് കടന്നു കഴിഞ്ഞപ്പോഴത്തേന് താൻ കാണുന്നത് എന്താണോ, തന്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാൽ, തുണികളെല്ലാം അവിടെ അഴിച്ചിട്ടിട്ടുണ്ട്, ശീലകളെല്ലാം പൊതിഞ്ഞിരുന്ന ശീലകളെല്ലാം ചുറ്റിയിരുന്നെല്ലാം അവിടെ അഴിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ തലയിൽ ചുറ്റിയിരുന്ന ഒരു പ്രത്യേക റുമാലുണ്ട്, ഒരു നാപ്കിൻ ഉണ്ട്, അത് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു.
ഈ ഇങ്ങനെ ചുരുട്ടി വെക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോയതുപോലെ വീണ്ടും വരും. അതായത് ഇവിടെ നിന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നെങ്കിലും തിരികെ വരും എന്നുള്ളതിന്റെ ഒരു സിമ്പലാണത്. അതായത് നമ്മൾ ഈ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഡൈനിങ് നാപ്കിൻ ഉണ്ടല്ലോ, അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ചുരുട്ടി പ്ലേറ്റിന്റെ സൈഡിലോ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകും. അങ്ങനെ നാപ്കിൻ ചുരുട്ടി അവിടെ ഇട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആള് കഴിച്ചു കഴിഞ്ഞു, ഇവിടുന്ന് നിർത്തി എഴുന്നേറ്റു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതേസമയം ആ നാപ്കിൻ അതുപോലെ തന്നെ മടക്കി സൈഡിൽ വെച്ച് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റ് വെയിറ്റർ വന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല. അതിന്റെ അർത്ഥം നമ്മൾ വീണ്ടും അവിടെ തിരിച്ചു വരുമെന്ന്. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ തലയിൽ ചുറ്റിയിരുന്ന ആ തുണി മടക്കി ഒരു സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്നത് പത്രോസ് കണ്ടു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റുമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. അതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്നു കണ്ട് വിശ്വസിച്ചു. ഇപ്പോഴാണ് യോഹന്നാൻ അകത്ത് കയറുന്നത്. ഇപ്പോൾ യോഹന്നാൻ ഇത് കണ്ടപ്പോൾ വിശ്വസിച്ചു. 9-ാമത്തെ വാക്യം, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. നമ്മൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. മറിയ ഇത് ആദ്യമേ കണ്ടതാണ്. എന്നാൽ അടുത്തോട്ട് ചെല്ലാഞ്ഞത് കാരണം എന്താണ് ആക്ച്വലി നടന്നതെന്ന് മനസ്സിലായില്ല. യോഹന്നാൻ അതിന്റെ പുറകെ ഓടി ഏകദേശം അങ്ങ് കല്ലേ വരെ വന്ന് പിടിച്ചു. എന്നിട്ടും അകത്ത് കയറിയില്ല. അത് കാരണം യോഹന്നാനും വ്യക്തമായിട്ട് എന്താ നടന്നതെന്ന് മനസ്സിലായില്ല. എന്നാൽ പത്രോസ് അകത്ത് കടന്ന് പൂർണ്ണമായിട്ട് ആ വിഷയങ്ങളെ കണ്ട് മനസ്സിലാക്കി. ആ തലയിൽ ചുറ്റിരിക്കുന്ന റുമാലൊക്കെ മടക്കി മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. കർത്താവ് അവരോട് പറഞ്ഞിരുന്നതാണ്, എന്നാൽ അവർക്ക് അതുവരെ ആ വിഷയത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് മനസ്സിലാകുവാനായിട്ടിടയായി. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, the more closer we go to Jesus, the more clearer and the more better you understand him. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഈ ഭാഗം പഠിച്ചത് ഒരല്പം ദൂരെ നിന്ന് ആ ഒരു വിഷയം നമ്മൾ കണ്ടു കേട്ടു, അങ്ങനെ നമ്മൾ അങ്ങ് പോവുകയായിരുന്നു. എനിക്ക് ആ വിഷയം ആദ്യമേ ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇട്ടു തരണം. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, പല ആവർത്തി അതിനെ പഠിക്കണം, വായിക്കണം. അങ്ങനെ അതൊന്ന് കിടന്ന് നമ്മുടെ മനസ്സിൽ കിടന്ന സംഗതി ഒന്ന് കുക്കാകുവാനായിട്ട് ഇടയാകണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ആഗ്രഹം, ആ ഒരു വിഷയം മനസ്സിൽ പഠിക്കുവാനായിട്ട്, അങ്ങനെ ഞാൻ ആ വിഷയം നിങ്ങളുടെ മനസ്സിലൊന്ന് ഇട്ടു തന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഏറെക്കുറെ ഒത്തിരി പേർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരുമുണ്ടല്ലോ, എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഇന്നൊരു അല്പസമയം കൂടെ ഞാൻ അവിടെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആ വിഷയത്തെ പരിപൂർണമായിട്ട് എല്ലാവർക്കും മനസ്സിലായതിനു ശേഷം അവിടുന്ന് മുന്നോട്ട് പോകുവാനായിട്ട്. കാര്യം ഈ വിഷയം പഠിച്ച് കയറുമ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഡൗട്ടുകൾ അനേകം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേന് ഈ വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലാകുവാനായിട്ട് ഞാൻ ഒന്നുകൂടെ തിരിച്ച് ആ ഭാഗം എന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 3-ാമത്തെ അധ്യായം 20 മുതൽ 26 വരെ നമ്മൾ ചിന്തിച്ച ഭാഗം ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇവിടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല എന്ന് പറയുകയാണ്. നമുക്കറിയാം 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ കണ്ടു, ജാതികളും യഹൂദന്മാരും എല്ലാവരും ഒരുപോലെ പാപികളാണ്, ഒരുപോലെ ശിക്ഷാർഹരാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് കടന്നിരിക്കുക. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതായത് ന്യായപ്രമാണം പാലിച്ച് ഒരു ജഡവും രക്ഷിക്കപ്പെടത്തില്ല. മറിച്ച് ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം, അതായത് പാപം എന്താണെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും, നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. വെളുപ്പുള്ളത് കൊണ്ടാണ് കറുപ്പ് എന്താണെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. പാപത്തിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുകയാണ് ന്യായപ്രമാണത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരുന്നത്. അതായത് പഴയ നിയമകാലത്തിൽ, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാലത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്താലായിരുന്നു രക്ഷ നടന്നിരുന്നത്. അത് പ്രകടമാകാനാണ് പ്രമാണം ദൈവം ജനത്തിന് കൊടുത്തിരുന്നത്. ഉദാഹരണത്തിന് എന്താ പറയുന്നത്, അവര് പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും ഒക്കെ യാഗം കഴിക്കുമ്പോൾ അവരുടെ അനുസരണത്താൽ
അവരുടെ ആ ദൈവ കൽപ്പനയോടുള്ള അനുസരണം, ആ പ്രവൃത്തികളാൽ അവരുടെ അനുസരണം പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. ആ ദൈവത്തെങ്കിലെ വിശ്വാസം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കാളകളുടെയോ ആട്ടുകൊറ്റന്റെയോ രക്തത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടോ ആ ദിവസത്തിനോ അത് ചെയ്യുന്ന ആൾക്കോ എന്തെങ്കിലും വിശേഷത ഉണ്ടായിട്ടോ അല്ല, മറിച്ച് അവരുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരുന്ന ആ പ്രായശ്ചിത്തം അതവർ ചെയ്യുമ്പോൾ ദൈവത്തെങ്കിലുള്ള ആ വിശ്വാസം അവർ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രമാണം കൊടുക്കുന്നതിന് മുൻപും ജനം രക്ഷിക്കപ്പെട്ടിരുന്നത് വിശ്വാസത്താലാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ ബുള്ളറ്റ് പോയിന്റുകൾ മാതിരി ഒന്നെടുത്ത് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ശരിക്കും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അബ്രഹാമിന്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്നാ പറയുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം, അതായത് അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ആ സമയത്ത് 15-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 15-ാം അധ്യായത്തിലെ പറയാണ് അബ്രഹാമിന്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. ഇത് പ്രമാണം അനുസരിച്ചിട്ടൊന്നും അല്ല, പ്രമാണമൊന്നും അന്ന് കൊടുത്തിട്ടുമില്ല. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ് മോശയ്ക്ക് കർത്താവ് പ്രമാണം കൊടുക്കുന്നത്, ദൈവം പ്രമാണം കൊടുക്കുന്നത്. പ്രമാണം 19-ൽ കൊടുത്തെങ്കിലും 24-ലാണ് അതിനെ കോൺസിക്രേറ്റ് ചെയ്ത് പ്രാബല്യത്തിൽ വരുന്നത്. മോശെ ആ പ്രമാണത്തിന്റെ മേൽ ഈ യാഗം കഴിച്ച് യാഗമൃഗത്തിന്റെ രക്തം തളിക്കുകയും ജനത്തിന്റെ മേൽ രക്തം തളിക്കുകയും ചെയ്ത് 24-ാം അധ്യായത്തിലാണ് ഈ പ്രമാണം പ്രാബല്യത്തിൽ വരുന്നത്. 19-ൽ പ്രമാണം ലഭിച്ചു എന്നേ ഉള്ളൂ, ഉൽപ്പത്തിയിൽ പ്രമാണം ഒന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ, യഹോവയിലുള്ള വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെടുകയാണ്. അവിടെയും വിശ്വാസത്താലാണ് നീതീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹബക്കൂക്ക് പ്രവാചകന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ന്യായപ്രമാണം നിലനിൽക്കുമ്പോഴും ഹബക്കൂക്ക് പറയുന്നത് വിശ്വാസത്താലാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിന്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നമ്മൾ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആക്ച്വലി ചെയ്യാൻ പോലും പറ്റത്തില്ല. 613 സബ് ക്ലോസസ് എന്ന് പറയുന്നത് യു കാനോട്ട് ഈവൻ ഇമാജിൻ ദാറ്റ്. നമ്മൾ ഇട്ടിരിക്കുന്ന തുണിയുടെ നൂലുകൾ വരെ 2 ടൈപ്പിലുള്ള പ്രത്യേക നൂലുകളുണ്ട്. ആ നൂലുകൾ തമ്മിൽ കൂട്ടി പിരിച്ച് തുന്നാൻ പോലും പറ്റത്തില്ല. ഒരുമാതിരിപ്പെട്ട ഡ്രസ്സുകളൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല ന്യായപ്രമാണം ഫോളോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. അതുപോലെ A to Z കാര്യങ്ങൾ, നമ്മൾ എന്തെല്ലാം ആഹാരം കഴിക്കണം, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒരുമാതിരിപ്പെട്ട ഒരു ആഹാരവും ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഒരുമാതിരിപ്പെട്ട സീ ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ വീടിന്റെ മേൽക്കൂര എങ്ങനെ പണിയണമെന്ന് മുതൽ ഒരാട് കുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വരെ A to Z കാര്യങ്ങളെ 613 ക്ലോസസ് ആയിട്ടും 10 മെയിൻ കൽപ്പനകളുമായിട്ടും ഒക്കെ പറഞ്ഞിരിക്കുക. ഇതെല്ലാം കൂടെ പാലിച്ചിട്ട് നമുക്ക് രക്ഷിക്കപ്പെടാനേ കഴിയത്തില്ല. എന്നാൽ അത് കൊടുത്തിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ പരിജ്ഞാനം നമ്മൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. 3:20 നിന്ന് ഞാൻ മാറുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. 21-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. 21-ാമത്തെ വാക്യം അതിങ്ങനെയാ പറയുന്നത്: ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണം ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. മുമ്പേയും ഇത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ന്യായപ്രമാണം എന്നൊരു ആവരണം ഇതിന്റെ മേലെ മൂടിക്കിടന്നിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തെങ്കിലെ വിശ്വാസത്താൽ നമുക്ക് രക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത് വെളിപ്പെട്ടു വരുന്നു, മാനിഫെസ്റ്റ് എന്നാ പറയുന്നത്. ബട്ട് നൗ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് വിത്തൗട്ട് ദ ലോ ഈസ് മാനിഫെസ്റ്റഡ്. ഈ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയുക, വെളിപ്പെടുക എന്ന. ഓൾറെഡി അതുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ അത് വെളിപ്പെട്ടിരുന്നില്ല. ശരിക്കും എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്താലാണോ അത് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിരുന്നില്ല. ഈ മാനിഫെസ്റ്റേഷൻ എന്നും റെവലേഷൻ എന്നും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതിയ വെളിപ്പാടാണ്, അതൊരു റെവലേഷനാണ്. മനസ്സിലായി? അതതിന് മുമ്പ് ഉണ്ടായിരുന്നതല്ല. അത് പൗലോസ് അപ്പോസ്തലനിലൂടെ വെളിപ്പെട്ടതാ. ഉലകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്ന് പറയുന്ന ഒരു പുതിയ ഇൻഫർമേഷനാണ്. അത് എന്താ പറയുന്നത്, ഒരു മിസ്റ്ററി റെവലേഷനാണ്. ഇവിടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യം അതിനെ കുറെ ക്ലാരിറ്റിയോടുകൂടി വെളിപ്പെട്ട് വന്നിരിക്കുക. അതാ ഇവിടെ ഈ പറയുന്നത്: ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി.
അതായത് കർത്താവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഈ നീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷത്തുണ്ട് അത്ര ഫെമിലിയർ അല്ലാത്ത കാരണം ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാനിടയുണ്ട്. നീതി എന്ന് പറഞ്ഞാൽ രക്ഷ എന്നുള്ളതേ ഉള്ളൂ അതിന്റെ അർത്ഥം. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന്. ഇവിടെ ഇപ്പോഴോ ദൈവത്തിന്റെ ആ ഒരു രക്ഷാ പദ്ധതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ആ ഒരു ദൈവത്തിന്റെ രക്ഷ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇപ്പൊ കുറെ കൂടെ ക്ലിയർ ആയില്ലേ? അതാണ് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ന്യായപ്രമാണം കൊടുത്തത് അവർ പാപികളാണെന്നും പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയത്തില്ലെന്നും അതിന് മതിയായ ഒരു രക്ഷകൻ വരേണ്ടത് ആവശ്യമാണെന്നും അവർക്ക് ബോധ്യമാകേണ്ടതിനായിരുന്നു ഈ ന്യായപ്രമാണത്തെ അവർക്ക് കൊടുത്തിരുന്നത്. പ്രമാണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. അതിനു മുമ്പ് യാതൊരു പ്രമാണവും ഇല്ലാത്തപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യരുത് എന്ന് അവർക്ക് അറിയത്തില്ല. ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണം. പ്രമാണം കൊടുത്തിരുന്നത് ക്രിസ്തു വരുന്നത് വരെയുള്ള കാലത്തേക്കാ. മനസ്സിലായോ? ആ യേശു ക്രിസ്തു വന്ന് ഈ കാൽവറിയിലെ യാഗം നിവർത്തിക്കുന്ന കാലം വരെയുള്ള സമയത്തേക്കാണ് കർത്താവ് ഈ പ്രമാണം കൊടുത്തിരുന്നത്. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചിട്ട് അത് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാം. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം 19 മുതൽ 24 വരെ വായിക്കാം. ശ്രദ്ധിച്ചു കേട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-ാം അധ്യായം മുതൽ 24-ാമത്തെ വാക്യം വരെ. അവിടെ പറയാണ്, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അടുത്ത വാക്യം, ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. അടുത്ത വാക്യം കണ്ടില്ലയോ? എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ന്യായപ്രമാണം ഒരു നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കുഡ് ഹവ് ഡൺ ദാറ്റ്. എന്നാൽ ഇവിടുത്തെ വിഷയം അങ്ങനല്ല. അടുത്ത വാക്യം കണ്ടില്ലയോ? എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. മനസ്സിലായോ? ഇത് മുഴുവനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായിട്ട് കർത്താവ് വരുന്നത് വരേക്കും അവർക്ക് കൊടുത്തിരുന്ന ഒരു പ്രമാണം ഇത്. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. കർത്താവ് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ നിവർത്തിയാകുന്നത് വരേക്കും അവർക്ക് കൊടുത്തിരുന്ന കാര്യങ്ങളാണ്. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. തിരുവെഴുത്ത് എല്ലാറ്റെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു. മനസ്സിലായോ? കാര്യം അവർ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാനായിട്ട്. അടുത്ത വാക്യം, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു. ഇതിനു മുമ്പ് ആ വിശ്വാസത്തിനെക്കാട്ടിൽ പ്രാധാന്യം അവിടെ പ്രമാണങ്ങൾക്കായിരുന്നു. എന്നാൽ കർത്താവ് വന്നതിന് ശേഷം ഈ കാൽവറിയിലെ യാഗം നിവർത്തിയായതിനു ശേഷം ആ വിശ്വാസത്താലാണ് എവറിത്തിങ്. എല്ലാം അതിൽ കൂടാണ്. അതിന്റെ പുറത്ത് അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, വേറെ ഒരു കാര്യങ്ങളുമില്ല. ആ കാര്യത്തിലേക്ക് നമ്മളെ ഫോക്കസ്ഡ് ആയിട്ട് മനസ്സിലാക്കുവാനും അതിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ടും വിശ്വാസം വരും മുമ്പേ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴെ അടച്ച് സൂക്ഷിച്ചിരുന്നു. എന്നെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കണം ഈ ഒരു ഭാഗമേ. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അധികം മനസ്സിലാകാതെ പോകും. അടുത്ത വാക്യം കണ്ടില്ലേ? അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ഇതായിരുന്നു ന്യായപ്രമാണത്തിന്റെ റോൾ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമാലേഖനത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരിക. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാം അധ്യായത്തിലെ വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. ഇവിടെ എല്ലാം പറയുന്നത് നമുക്ക് രക്ഷ ഒരു പ്രവൃത്തിയാലുമല്ല, പ്രത്യുത ക്രിസ്തുവേശു കൂടെ കർത്താവ് നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ഇന്ന് ആ ഒരു ഭാഗം നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. വേറെ ഒരു മാർഗത്തിലും ഇന്ന് നമുക്ക് രക്ഷയില്ല. ഈ റോമാലേഖനം അതിനെ അസന്നിഗ്ധമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ വേറെ ഒരു ക്രിയകളും ചെയ്ത് ഒരു പ്രവൃത്തികളും ചെയ്ത് ഒരു പ്രമാണവും അനുസരിച്ച് രക്ഷിക്കപ്പെടാവുന്ന ഒരു കാലമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതിനെല്ലാം പകരമായിട്ട് സകല പ്രമാണവും കർത്താവിൽ ഒതുങ്ങിയിരിക്കുക. കർത്താവ് അതിൽ കാൽവറിയിൽ യാഗമായി ഒരു പ്രായശ്ചിത്ത യാഗം നടത്തിയിരിക്കുക. ഇന്ന് നമ്മുടെ രക്ഷ മുഴുവനും ആ പ്രായശ്ചിത്ത യാഗത്തിലെ വിശ്വാസത്താലാണ്. ഈ വിശ്വാസം നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യന്റെ ഭാഷ ഹോൾ ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാം ഈ വിശ്വാസം. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടാണ് സാത്താൻ ഭയങ്കരമായിട്ട് തന്ത്രം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തിലാണ് സാത്താന് ഒരു വിഷം കലർത്തിയിരിക്കുക. ഇതാ ഞാൻ പറയുന്നത്, ലഡുവിനകത്തിൽ വിഷം കലർത്തി എന്ന് പറയുന്നത്.
ആ ലഡുവിൽ കൂടെ വിഷം. ഇതാണ് ശരിക്കും ലഡു എന്ന് പറയുന്നത്. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു മനോഹരമായ അതിഗംഭീരമായ ഒരു പദ്ധതിയാണ്. പക്ഷെ അതിൽ വിഷം കലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പോകും. ഇന്ന് ക്രിസ്ത്യാനികളിൽ 800 കോടി ജനമുള്ളതിൽ 300 കോടി ക്രിസ്ത്യാനിയാണ്. ഇതിൽ 299 കോടിക്കും ഈ കാര്യം അറിയത്തില്ല. അവരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. എല്ലാ ചർച്ചിനും അവരുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണത്തിലെല്ലാം പറയുന്നത് യേശു ക്രിസ്തുവാണെന്ന്, പരിശുദ്ധാത്മാവുണ്ടെന്നും പിതാവായ ദൈവമുണ്ടെന്നും കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി ഒക്കെ പറയുന്നുണ്ട്. കർത്താവ് മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും. ഇവിടുത്തെ ആ ഒരു സുവിശേഷം മിസ്സായി പോയിരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിഗംഭീരമായ ഒരു സുവിശേഷം നമ്മളെ ഏൽപ്പിച്ചിട്ട് അത് മിസ്സായി പോയിരിക്കുക. ഇവിടുത്തെ തന്ത്രമാണ് സാത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതെല്ലാം തന്നെയാണല്ലോ ഞങ്ങളും വിശ്വസിക്കുന്നത്, ഇതിലെന്താണ് പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. യേശുണ്ട്, കർത്താവ് മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, വീണ്ടും വരും, നീതിമാന്മാരെ ചേർക്കാൻ വരുന്നു, നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. ഇതെല്ലാം നമുക്കും അറിയാമല്ലോ എന്നാ പറയുന്നത്. അർത്ഥാൽ ഈ വിശ്വാസ പ്രമാണം, അപ്പസ്റ്റലിക് ക്രീഡ് എന്ന് പറയുന്ന ആ സംഗതി എല്ലാ ചർച്ചുകൾക്കും ഉണ്ട്. കാത്തലിക്സ് എന്നും യാക്കോബായ എന്നും ഓർത്തഡോക്സ് എന്നും മാത്രമല്ല, എല്ലാ ചർച്ചുകൾക്കും, ചെറിയ ഈവൻ ഈ കാലഘട്ടങ്ങളിൽ കാണുന്ന ഇൻഡിപെൻഡന്റ് എന്താ പറയുന്ന ചർച്ചുകൾക്കെല്ലാം ഇത് കാണാം. ഇവരുടെ എല്ലാം വിശ്വാസ പ്രമാണത്തിൽ ആ സംഗതി, അതിന്റെ ആ ഹാർട്ട് മനസ്സിലായി, അതിന്റെ ആ കീ അത് മിസ്സായിരിക്കും. അവിടെ സുവിശേഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പാപിയായിരുന്നു, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ പാപം കർത്താവ് തൻ്റെ തോളിലേറ്റു. ആ കർത്താവ് എൻ്റെ പാപവുമായി കർത്താവ് കാൽവറിയിൽ ആ ക്രൂശിൽ എനിക്ക് പകരമായിട്ട് യാഗമായി തീർന്നു. ഒരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രായശ്ചിത്ത യാഗമായി തീർന്നു. അതിനൊരു പരിഹാരം വരുത്തിയിരിക്കുന്നു. ആ രക്തം, വേറെ ഒരു രക്തവും അതിന് പരിഹാരമാകത്തില്ലായിരുന്നു. ആ പരിശുദ്ധ രക്തമല്ലാതെ വേറെ ഒന്നും അതിന് പരിഹാരമാകത്തില്ല. കാര്യം അത് പാപമില്ലാത്ത രക്തമാണ്. അത് കന്യകാമറിയത്തിൽ പരിശുദ്ധ ആത്മാവിനാൽ ജഡമെടുത്ത രക്തമാണ്. അത് ആദാമിന്റെ ലീനിയേജിൽ വരുന്ന പാപമുള്ള രക്തമല്ല. അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധ ആത്മാവിനാൽ കന്യകാമറിയാമിൽ ജഡമെടുത്തതും. ആ രക്തം നമുക്ക് പാപത്തിന് പരിഹാരമായി കാൽവറിയിലൂടെ ഒഴുക്കപ്പെട്ടിരിക്കുക. അതിലെ ആ ഒരു പ്രൊപ്പിച്ചിയേഷൻ, അതായത് ആ ഒരു യാഗത്താൽ നമ്മുടെ പാപം കഴുകി പോയിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. പക്ഷെ ഉണ്ടെങ്കിൽ ഇത് മാത്രം നമുക്ക് അറിയത്തില്ല. അവിടെ നടന്ന കാര്യങ്ങളും പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഗതി നമുക്ക് അറിയത്തില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. ഇന്ന് ഉരുളി കമഴ്ത്തിന്റെയും തലകുത്തി നിൽക്കേണ്ടയും ഒരു ആവശ്യവുമില്ല. ഇന്ന് നിങ്ങൾ ക്രിസ്ത്യൻഡത്തിൽ കണ്ടുവരുന്ന ഒരു സംഗതിയുടെയും ആവശ്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് കാൽവറിയിൽ കൂടെ അത് നിവൃത്തിയാക്കിയിരിക്കുക. അതിന്റെ പുറത്തിന് നമ്മൾ എന്താ വേറെ ചെയ്യേണ്ടത്? വേറെ നമുക്ക് ചെയ്യാൻ ഒന്നും ബാക്കിയില്ല. അതാണ് അടുത്ത ഭാഗത്ത് പറഞ്ഞു വരുന്നത്. അത് ഇന്ന് മാത്രമല്ല, വരും കാലത്തും മുൻകാലത്തും എല്ലാം ഇത് തന്നെയായിരുന്നു ദൈവിക നീതി എന്നാണ് ഈ അധ്യായത്തിൽ കൂടെ പറയുന്നത്. ഞാൻ അതിന്റെ 22-23 വാക്യങ്ങൾ കൂടെ വായിക്കാം. 22, 23 വാക്യങ്ങൾ അത് പറയാണ്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇത് തന്നെയാണ് ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളിലും ഒക്കെ പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 24 വാക്യത്തിൽ പറയാണ്, 24 വാക്യം അവിടെ പറയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് സൗജന്യമായിട്ടാണ്. ഇവിടെ ആടിനെയോ കാളയോ ഒന്നും അറക്കേണ്ട ആവശ്യമില്ല. ആഴ്ചതോറും കാളയും പശുവിനെയും ഒക്കെ ആയിട്ടൊന്നും പള്ളി പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം സൗജന്യമായിട്ട് നമ്മൾ നീതീകരിക്കപ്പെടുക. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുക. ഒരു കാര്യം ഇതിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും പാപികളാ എന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ചതാ. ഇവിടെ പാപി അല്ലാത്ത വേറെ ആരുമില്ല. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകല്ല. ഇത് ന്യായപ്രമാണമെന്നും വീണ്ടെടുപ്പെന്നും പ്രായച്ചിത്തം എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ നമ്മൾ സാധാരണ കേൾക്കാത്ത വാക്കുകളായതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ അറ്റൻഷൻ ഒന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും പിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു വിഷയം കറക്റ്റായിട്ട് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പാപികളാണ്, നമ്മളത് പഠിച്ചു. ദൈവത്തിന് സകലരെയും വീണ്ടെടുക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുത്തര് പോലും നിത്യ നരകാഗ്നിയിലേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, അല്ലെ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമല്ലോ. എന്താ ഈ രക്ഷ എന്നറിയാമോ? നമ്മൾ ആ നരകത്തിന്റെ വാതിക്കൽ ഒന്നിക്കണം. ഈ വില്യം ബൂത്ത്, അദ്ദേഹം ഈ സാൽവേഷൻ ആർമിയുടെ സ്ഥാപകന വില്യം ബൂത്ത്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഈ
പ്രസംഗിക്കാനായിട്ടും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ ഇവരെ ഈ നരകത്തിന്റെ വാതിക്കൽ ഇച്ചിരി നേരം ഒന്ന് പിടിച്ച് നിർത്തണം. അവിടെ നിർത്തിയിട്ട് പറ്റിയാൽ നരകത്തിനകത്തിലോട്ടൊരു കാഴ്ച ഒന്ന് കാണിക്കണം. ഇച്ചിരി നേരം അവിടെ നിർത്തിയിട്ട് വേണം ഇവരെ സുവിശേഷം പറയിക്കാനായിട്ട് വിടാനായിട്ട് എന്ന് വില്യം ബൂത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ അതിഭീകരമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അതിഭയാനകമാണ് നരകം എന്ന് പറയുന്നത്. അതിന്റെ വാതിക്കൽ ഒരാൾ ഇച്ചിരി നേരം പിടിച്ചു നിർത്തി അതിലെ കരച്ചിലും അതിനകത്തിലെ ആ സംഭവങ്ങളും ഒന്ന് കണ്ട് ആ പീപ്പ് ഹോൾ ഒന്ന് പൊക്കി അതിലൊന്ന് നോക്കി എന്താ നടക്കുന്നതെന്ന് കണ്ടിട്ട് വേണം സുവിശേഷം പറയാനായിട്ട് പോകാനായിട്ട്. ആ പോകുന്ന പോക്കിൽ ആരെങ്കിലും അടിച്ചാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും പുള്ളി ഏശത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് വരുന്നത്. ഇതിലേക്ക് പോകാതിരിക്കാനുള്ള സദ്വർത്തമാനം അറിയിക്കാനായി പോകുന്നത്. അതുപോലൊരു ആത്മഭാരത്തോട് വേണം നാം ഈ വിഷയം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട്. ഇവിടെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നാം ഇന്ന് നീതീകരിക്കപ്പെടുന്നതെന്ന് പറയുക. ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും പാപികളാണ്. ദൈവത്തിന് സകലരെയും വീണ്ടെടുക്കണം. കാര്യം ഒരുത്തര് പോലും നിത്യ നരകാഗ്നിയിലേക്ക് പോവുക. കാര്യം ദൈവത്തിന് പോലും പിന്നെ അതിനൊരു പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല. അത് നിത്യമായ ഒരു സംഗതി കർത്താവിന് എങ്ങനെ പകുതി വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ പോലും നമ്മളെ തിരിഞ്ഞകത്ത് കയറാതിരിക്കാൻ നമ്മൾ ആ നിത്യമായ ജീവന്റെ വൃക്ഷം അത് കഴിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കെരൂബുകളെ നിർത്തി നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെ അതിന് വേണ്ടിയിട്ട്. കാര്യം നമ്മൾ തിരിച്ച് വീണ്ടും അകത്ത് കയറി ആ വൃക്ഷം കൂടെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലും പിന്നെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം ഒരുത്തര് പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരുത്തര് പോലും നിത്യ നരകാഗ്നിയിൽ അവിടെ നിന്നാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. നമ്മൾ രക്ഷ എന്ന് കേട്ട് തഴമ്പിച്ച് കിടക്കുന്ന ഒരു വാക്കായത് കാരണം അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയത്തില്ല. ദ മൊമെന്റ് നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ രക്ഷ എന്ന് പറഞ്ഞാൽ എന്നുള്ളത്. പിന്നെ നമ്മള് മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാനും പറ്റത്തില്ല. തീർന്നു, നമ്മുടെ കേസ് തീർന്നു. ഈ ജീവിതകാലത്താണ് നമുക്കതിന് പരിഹാരം വരുത്താൻ കഴിയുന്നത്. അത് വളരെ നിസ്സാരമായ പരിഹാരം കർത്താവ് ഓൾറെഡി വരുത്തിയിരിക്കുക. അതിലെ ആഴമായ വിശ്വാസത്താലും സമർപ്പണത്താലും നമുക്കത് സ്വായത്തമാകുക. അത് എല്ലാവർക്കും ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഒരുത്തര് പോലും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് സകലരെയും വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, അതായത് 99 വിട്ട് കളഞ്ഞിട്ട് കാണാതെ പോയ ആടിനെ തേടി നടക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. മനസ്സിലായോ? ഒരുത്തര് പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹം. അതിന് എത്ര വലിയ പാപിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് നടക്കുന്ന പാപം എത്രയോ കൊടും പാപമാണ്. ദൈവമായിട്ടിരുന്ന് ആരാധന സ്വീകരിക്കുന്നവരെ വരെ ഇരിക്കുക. എന്നിട്ടും ദൈവം അവനെ വീണ്ടെടുക്കാനായിട്ട് നോക്കുന്നത് ഇത് കൃപാ കാലഘട്ടമായതുകൊണ്ടാണ്. ഇതിനു ശേഷം പിന്നെ യാതൊരു രക്ഷയ്ക്ക് നമുക്ക് വഴിയില്ല. അപ്പൊ ദിസ് ഈസ് ദ അൾട്ടിമേറ്റം. ഇതൊരു ഫൈനൽ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിന് എല്ലാവരും വീണ്ടെടുക്കണം എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് പാപത്തിന്റെ നേരെ കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. പാപം കണ്ടില്ല എന്ന് വിചാരിച്ച് കർത്താവിന് കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. കാര്യം ദൈവം നീതിമാനാണ്. അവർ ഗോഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. ദൈവത്തിന് പാപത്തിന് നേരെ പോട്ട് എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. ആ പാപത്തിന് ശിക്ഷ വിധിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പുത്രനായ ക്രിസ്തുവിനെ പ്രായശ്ചിത്ത യാഗമായിട്ട് കാൽവറിയിൽ തകർക്കുവാനായിട്ട് വിട്ടുകൊടുത്തത്. പാപം ഇല്ലാത്ത ഒരു രക്തം ഈ പാപത്തിന്റെ പരിഹാരമായിട്ട് യാഗമായി തീരണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവന് പകരം ആ ഒരു ജീവൻ കൊടുക്കണം. ഇവിടെ രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. നമുക്കറിയാം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇത് ബൈബിളിൽ ഒരു തത്വമാണ്. അതുകൊണ്ടാണ് ആ പരിശുദ്ധ രക്തം കർത്താവ് അതിനു വേണ്ടി പകരം കൊടുക്കുക. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഞാനൊന്ന് കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാ പറയുന്നത്: ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്തുവായി പറയുന്നത് മനസ്സിലായോ? ഇത് കാളക്കിടാക്കന്മാരുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ട് മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലും. അവിടെ ചെന്ന് പ്രാർത്ഥന കഴിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. ജനത്തിന്റെയും തന്റെയും പാപങ്ങൾക്ക് വേണ്ടി, അബദ്ധങ്ങൾക്ക് വേണ്ടി താൻ അപേക്ഷിക്കും. അങ്ങനെ ദൈവിക സാന്നിധ്യത്തിൽ ആ ഒരു എന്താ പറയുന്ന ഒരു അറ്റോൺമെന്റ്, ഒരു അകൃത്യ യാഗം നടക്കും. ആ യാഗം ഇവിടെ നടന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കാളക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ അല്ല. ഇവിടെ പറയുന്നുണ്ട്, ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ.
തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്വന്തമായിട്ട് കർത്താവിന്റെ സ്വന്തം രക്തം കൊണ്ട് താൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി ചെന്നിരിക്കുക. അവിടെ തൻ്റെ രക്തം അതിന് മറുവിലയായിട്ട് കൊടുത്തിരിക്കുക, കാണിച്ചിരിക്കുക. അങ്ങനെ ആ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ്. മനസ്സിലായോ? എന്നേക്കും ഒരു എറ്റേണൽ റിഡംഷൻ ആ കർത്താവിന്റെ കാൽവറി യാഗത്തിൽ കൂടെ നിവൃത്തിയാക്കിയിരിക്കുക. തിരുവചനം ഈ വിഷയത്തെ അസന്നിഗ്ധമായിട്ട് 100 കണക്കിന് സ്ഥലങ്ങളിൽ ഇതിനെ വിവരിച്ചിരിക്കുക. ഇതാ പറയുന്നത്, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ഇതാ നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. സിമ്പിൾ സുവിശേഷമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സത്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ മറ്റ് പല വിഷയങ്ങളിലും, പ്രവർത്തനങ്ങളിലും, കർമ്മങ്ങളിലും, പ്രവൃത്തിയിലും ഒക്കെ ആയിട്ട് നമ്മൾ അകപ്പെട്ടു പോകും. എന്നെ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചറായത്. ഇത് കണ്ടില്ലേ, ചിക്കാഗോയിലെ ബെറിയൻ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു പടമാണ് ഇത്. നമ്മൾ ഈ പഠിക്കുന്ന ബുക്ക് ആയിരിക്കുന്ന കൊർനെലിയോസ് ആർ സ്റ്റാം അദ്ദേഹം ആരംഭിച്ച പ്രവർത്തനങ്ങൾ 1940 ആ കാലഘട്ടത്തിലൊക്കെ റൈറ്റ് ഡിവിഷൻ അമേരിക്കയിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്റെ പ്രസ്ഥാനമായത് ബെറിയൻ ബൈബിൾ സൊസൈറ്റി ചിക്കാഗോയിലെ. ഇതുണ്ടല്ലോ, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ഇതാണ് അവരുടെ വിഷയം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇത് മുഴുവനും ആ ചിക്കാഗോ സിറ്റിയിൽ ഉള്ളൊരു ഭയങ്കര ബിൽഡിംഗ്, ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. അതിൽ വരുന്നവർക്കെല്ലാം കാണാവുന്ന രീതിയിൽ അത് എഴുതി അത് ലോകത്തെ അറിയിക്കുക. ദിസ് ഈസ് ദ ഗോസ്പൽ. ഇതിന്റെ അപ്പുറത്ത് വേറൊരു ഗോസ്പൽ ഇല്ല. നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇദ്ദേഹം ഈ കൊർനെലിയോസ് ആർ സ്റ്റാം ഇതിനകത്തിൽ കൂടെ വെളിപ്പെടുത്തി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ് ആവുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഈ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, റോമാലേഖനത്തിലെ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ, ഇതാണ് ഇതിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെയും ബാക്കി ബൈബിൾ വായിക്കുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും. അത് തുടർമാനമായിട്ട് പല പ്രാവശ്യം വായിക്കുമ്പോഴത്തേനും അത് മനസ്സിലാവും. 25-ാമത്തെ വാക്യം, 25 പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. 25, ഞാൻ റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഈ വിഷയം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക്, അതായത് ഞാൻ നിങ്ങളും ആരെങ്കിലും ഇതിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, നമുക്ക് അതിൽ നിന്ന് ആ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരമാകും. പിന്നെ നമ്മൾ വേറെ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെടുവാനായിട്ട് ഒന്നും ചെയ്യേണ്ട. പക്ഷെ രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെറ്റ് ചെയ്യാവുന്നല്ല, വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അശുദ്ധിയിൽ ജീവിക്കാവുന്നല്ല, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാവുന്നല്ല. അതിനൊന്നും യാതൊരു അനുശാസിക്കുന്നില്ല. നമ്മുടെ പാപങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അകൃത്യങ്ങളെ ഒക്കെ നമ്മൾ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കണം. കർത്താവിൽ വിശുദ്ധനായിട്ട് ജീവിക്കണം. അത് ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്, അതിനൊരു സംശയവുമില്ല. ഒരു ഡിസ്കഷനേ വരുന്നില്ല. അതുപോലെ നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കണം. പക്ഷെ എന്നിരുന്നാലും ഇവിടെ നമ്മുടെ വിശുദ്ധിയാലല്ല നമ്മുടെ നീതീകരണം, അല്ലെ നമ്മുടെ രക്ഷ നടക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്ത വാക്യം ഒരല്പം കൺഫ്യൂസിങ് ആണ്. അവിടെ ഇതാ പറയുന്നത്, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ദൈവം തന്റെ പൊറുമയിൽ, ഇവിടെ പറയുന്നത് എന്താ, പഴയ നിയമകാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്രൂശിന് മുൻപുള്ള കാലം, അത് എത്ര നാളുണ്ട്? ഏകദേശം 4000 വർഷമുണ്ട്. ആ 4000 വർഷത്തോളം കർത്താവ് പരിശുദ്ധനായ ദൈവം എങ്ങനെയാണ് അവരുടെ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. അതായത് കാൽവറിയിൽ കൂടെ കർത്താവിന്റെ യാഗമായിട്ടില്ല. 4000 വർഷം കഴിഞ്ഞതിന് ശേഷം ആ യാഗം നടക്കുന്നത്. അതിന് മുമ്പുള്ള ആൾക്കാർ എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുക. ദൈവം തന്റെ പൊറുമയിൽ, അതായത് ഫോർബിയറൻസ്, ദൈവം തന്റെ ദീർഘക്ഷമയിൽ. ഈ പൊറുമ എന്നൊക്കെ പറയുന്ന ഏത് ഭാഷയാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എഴുതിയിരിക്കുന്ന കാരണം എത്രയോ പേർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ വൃത്തിക്ക് എഴുതേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ദീർഘക്ഷമയെന്ന് അവിടെ എഴുതിയാൽ മതി. പൊറുമ എന്നൊക്കെ എഴുതി ആകപ്പാടെ കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ, അതായത് ക്രൂശിന് മുൻപുണ്ടായിരുന്ന പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അതിനെ ശിക്ഷിച്ചില്ല. കാര്യം അത് ശിക്ഷിക്കാതെ വിടുക തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. എന്താ നീതി? കർത്താവ് കാൽവറിയിൽ യാഗമാകാൻ പോകുന്നതിന്റെ ബേസിസിലാണ് അവരുടെ പാപങ്ങളെ മോചിച്ചു കൊടുത്തിരുന്നത്.
എന്ന് പറയുക. അത് ഇപ്പോഴും അങ്ങനെയാണ്, വരും കാലങ്ങളിലും അങ്ങനെയാണ്. ഇനി 1000 ആണ്ട് വാഴ്ചയിൽ ജനം ഇവിടെ വസിക്കുമ്പോഴും കർത്താവിന്റെ കാൽവറി യാഗത്തിലാണ് രക്ഷ. ഇതിനു മുൻപും ഇങ്ങനെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചു, ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് കരയുക, കർത്താവ് വീണ് കിടന്ന് കരയുക. കരയുമ്പോഴും പിതാവിനോട് ചോദിക്കുക, പിതാവേ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. ഈ കപ്പ് എന്നിൽ നിന്ന് മാറിപ്പോകുമോ, ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ മാറിപ്പോവാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. കർത്താവ് പ്രാർത്ഥന പോലും കേൾക്കുന്നില്ല. പിതാവായ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നില്ല. സൂര്യൻ ഇരുണ്ടുപോയി ആ ചോദ്യത്തിൽ, ഭൂമി കുലുങ്ങിപ്പോയി, സ്വർഗം മുഴുവൻ നിശ്ചലമായി പോയി, ദൂതന്മാരെല്ലാം നിശ്ചലമായി പോയി, അവിടുത്തെ വാദ്യഘോഷങ്ങളെല്ലാം നിശ്ചലമായി പോയി. എന്നാൽ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ് കരയുമ്പോൾ പിതാവ് മുഖം മറയ്ക്കുന്നത് എന്താണെന്നറിയാമോ? വേറെ മാർഗമില്ല. വേറെ ഒരു മാർഗത്താലും മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമില്ല. അതിനുവേണ്ടി തൻ്റെ സ്വന്തം ഏകജാതനായ പുത്രനെ ആ കാൽവറിയിൽ തകർത്ത് കളയുവാൻ താൻ അതിനുവേണ്ടി ഉഴവ് ചാലുകൾ പോലെ താൻ രക്തത്തിൽ കുളിച്ച ഒരു മൃഗം കണക്ക് വിരൂപമായിട്ട് ആ ക്രൂശിൽ കിടന്ന് എൻ്റെ പിതാവേ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുമ്പോഴും ദൈവം അവനെ കൈവിട്ട് കളയും. പുത്രനെ ദൈവം കൈവിടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് നീതിമാനാണെന്ന് തെളിയിക്കുക. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം പുത്രനെ കാൽവറിയിൽ യാഗമാക്കാനായിട്ട് വിട്ടുകൊടുക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അവനിൽ, പിതാവായ ദൈവത്തിൽ നാം നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഈ ലോകത്തിന്റെ മുഴുവനും പാപം കർത്താവിന് മേൽ ചുമത്തുക. ഈ കാലത്തിലും വരും കാലത്തിലും കഴിഞ്ഞു പോയ കാലത്തിലും എല്ലാം ഉള്ള പാപം. നമുക്ക് കഴിഞ്ഞ കാലത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമുക്കറിയാം, ഈ യാഗങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ആ യാഗങ്ങളാൽ ഒന്നും ഒരു മനുഷ്യന്റെയും പാപം മോചിച്ചിരുന്നില്ല. ഇബ്രാഹിം ലേഖനം 10:4-11 ഒക്കെ പറയുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് പാപങ്ങളെ ഒരു നാളും മോചിക്കുവാൻ കഴിയത്തില്ല. അതെല്ലാം ജസ്റ്റ് ബ്ലഡ് എന്നുള്ളതേ ഉള്ളൂ. അതിനൊക്കെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് അതിനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതല്ല. അത് ആ രക്തത്തിന് ഒരു പ്രത്യേകതയുമില്ലായിരുന്നു. പാപം മോചിച്ചിരുന്നു മുഴുവനും കർത്താവിന്റെ രക്തത്തിലാണ്. കർത്താവ് കാൽവറിയിൽ യാഗമാകുമെന്നുള്ള ആ ഉറപ്പിലും ആ രക്തത്തിലുമാണ്. അതിനുശേഷമാണ് യാഗമായതെങ്കിലും ഉലക സ്ഥാപനത്തിന് മുൻപേ അത് തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ് പറയുന്നത് ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം എന്ന് പറയാൻ കാര്യം. അപ്പൊ ആ രക്തത്തിലാണ് നമ്മളെല്ലാം വീണ്ടെടുത്തിരിക്കുന്നതെന്ന് ഈ വിഷയത്തിൽ കൂടി പറയുക. ഇതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഗ്രേറ്റ് കമ്മീഷനായിട്ട് തന്നിരിക്കുന്നത്. ഇത് കണ്ടില്ല, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇതാ നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു എന്നൊക്കെ പറയാൻ കാര്യം ഇതാ. എന്താ? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇങ്ങനെ കർത്താവിനെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കാം. റോമാലേഖനം 3-ലേക്ക് തിരിച്ചു വരാം. 25-ാമത്തെ വാക്യം, 3-ാം അധ്യായം എൻ്റെ 25-ാമത്തെ വാക്യം. ഇവിടെ ഇത്രയും ഉള്ളൂ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. അത് ഈ കാലത്തിലാണ്. ഈ കാലത്ത് വേറെ എന്തിലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്? ബൈബിൾ നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? ഈ ഒരു കാര്യമാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ്. അത് ഇതിന്റെ 1-ാമത്തെ വാക്യമാണ്, അതിന്റെ പ്രാരംഭ ഭാഗമാണ്. വിശ്വസിക്കുന്നവർക്ക്, ആരെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, യേശു ക്രിസ്തുവിന്റെ ആ രക്തത്താൽ നമുക്ക് പ്രായശ്ചിത്തം ലഭിക്കാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എവിടെ? യെരുശലേമിൽ, യഹൂദിയയിൽ, ഇസ്രായേലിൽ പരസ്യമായിട്ട് ആ കാൽവറി മലയുടെ മുകളിൽ ആ 3 ക്രൂശിൽ, 1-ാമത്തെ നടുക്കത്തെ ക്രൂശിൽ ലോകം മുഴുവനും കാണുന്ന രീതിയിൽ ഈ മിഡിൽ ഈസ്റ്റിൽ, ലോകത്തിന്റെ നടുഭാഗത്ത് സെൻട്രലിൽ ദൈവം അവനെ നിർത്തിയിരിക്കുക. അങ്ങ് ചൈനയിലോ ജപ്പാനിലോ അങ്ങ് അലാസ്കയിലോ ഒന്നുമല്ല, മിഡിൽ ഈസ്റ്റ്. ഹല്ലേലൂയ. ലോകം മുഴുവനും കാണത്തക്ക രീതിയിൽ ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുക.
താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്നാലും പെട്ടെന്നൊന്ന് ടച്ച് ചെയ്ത് വിടാം. താൻ നീതിമാനായിരിക്കണം. അതായത് ദൈവം നീതിമാനാ, ദൈവം നീതിയോടെ വിധിക്കുന്നവനാ, അന്യായമായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്, നീതിമാനായതുകൊണ്ട്. ഹീസ് എ ജസ്റ്റ്. രണ്ടാമത് നീതീകരിക്കുന്നവനാ. നീതിമാനാണെന്ന് പറഞ്ഞിട്ട് ദൈവം കൈ കഴുകി അങ്ങ് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. രക്ഷപ്പെടാൻ എന്ത് മാർഗമുണ്ടെന്ന് കൂടെ നമുക്ക് പറഞ്ഞു തന്ന് അതിനുവേണ്ടി വഴികൾ തുറന്നു തന്നവനാ. അങ്ങനെ നമ്മെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ പുത്രനിൽ കൂടി വഴി തുറന്നവനാ. അതാ നീതീകരിക്കുന്നവനാണ് എന്ന് പറയാൻ കാര്യം. മൂന്നാമതായിട്ട് നീതിയെ പ്രദർശിപ്പിക്കുന്നവനാണ്. അതായത് രക്ഷിക്കപ്പെടേണ്ട വിധം എന്താണെന്ന് നമ്മളെ പ്രദർശിപ്പിച്ച് എങ്ങും ഒതുക്കത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ജനത്തിന് അറിയാത്ത രീതിയിലൊന്നുമല്ല, അത് വളരെ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ ദൈവം അങ്ങനെ ചെയ്തു. ഇന്ന് ഒരു മനുഷ്യന് ഒരു എക്സ്ക്യൂസും പറയാൻ ഇതിനപ്പുറത്ത് ബാക്കിയില്ല. ഹല്ലേലൂയ. സകലവും സൃഷ്ടിക്കും മുമ്പ് തൃത്വത്തിൽ നടന്ന ആ ഒരു ഡിസ്കഷൻ നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. ദൈവം നിത്യനും നീതിമാനുമാണ് നമുക്കറിയാം. അന്തമില്ലാത്തവനാ, ആൽഫയും ഒമേഗയുമാണ്. ദൈവത്തിന് ഒരു സൃഷ്ടിയുടെ ആവശ്യമില്ല. ആകാശവും വേണ്ട, ഭൂമിയും വേണ്ട, സ്വർഗവും വേണ്ട, ഒരു സംഗതിയും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം സർവ്വവ്യാപിയാണ്. സകലത്തെയും അവൻ ഒരു വാക്കിനാൽ ഉളവാക്കിയവനാണ്. ദൈവം സകലവും സൃഷ്ടിക്കും മുമ്പേ ദൈവം അറിയുന്നു എന്താ സൃഷ്ടി ദൈവത്തിനെതിരായിട്ട് തിരിയുമെന്ന് ദൈവത്തിന് അറിയാം. സ്വർഗത്തിലും ഭൂമിയിലും താൻ സൃഷ്ടിക്കാനിരിക്കുന്ന ദൂതന്മാര് ദൈവത്തിനെതിരെ മറുതലിക്കുമെന്ന് അറിയാം. മനുഷ്യൻ അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകും, ദൈവിക തേജസ് നഷ്ടമായി പോകുമെന്നറിയാം. സൃഷ്ടാവിനെ ഭജിക്കുന്ന സൃഷ്ടികളെ ഭജിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അന്യ ദൈവങ്ങളെ ആരാധിക്കും, ദൈവത്തെ കോപിപ്പിക്കും. നീതിമാനായ ദൈവത്തിന് ഇത് കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയത്തില്ല. അതിനെതിരായിട്ട് ശിക്ഷ വിധിക്കേണ്ടതായിട്ട് വരും. പാപത്തിന്റെ പരിഹാരത്തിന് ഈ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൃത്വത്തിൽ ഒരാളായ പുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് അതിനൊരു പരിഹാരവും ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. ഇതെല്ലാം ദൈവത്തിന് അറിയാവുമ്പോൾ തന്നെ ദൈവം പിന്നെ എന്തിനാണ് ഈ സൃഷ്ടി ചെയ്തത്, എന്തിനാണ് ഇതിന് പോയത്, ഈ ഗുലുമാലിൽ എന്തിനാണ് പോയതെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇത്രയൊക്കെ കാര്യങ്ങൾ ദൈവത്തിന് അറിയാമായിരുന്നുവെങ്കിൽ എന്തിന് സൃഷ്ടി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദൈവത്തിന് അറിയാം ഒരു വലിയ കൂട്ടം ഇന്ന് മരിച്ചു പോകുന്ന കൊച്ചുകുട്ടികൾ, മനസ്സിലായോ? ഈ കാലഘട്ടങ്ങൾ മുഴുവനും ഇൻഫന്റ് ആയിട്ട് മരിച്ചു പോയിട്ടുള്ള കുട്ടികൾ, ഇവരാരും നിത്യനരകാഗ്നിയിലേക്ക് പോകത്തില്ല. അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം ജീവിക്കും. അതെല്ലാം ഓരോ ജീവനാണ്, ഓരോ ആത്മാക്കളാണ്. അവരെല്ലാം കർത്താവിനോടൊപ്പം ജീവിക്കും. അതുപോലെ തന്നെ ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായിട്ട് ആയിരങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അനേകർ ഈ ഒരു സത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്ത് കൂട്ടാനില്ല. ആ വിശ്വാസത്താൽ ആ മൊമെന്റിൽ നമ്മൾ രക്ഷിക്കപ്പെടുക. ഹല്ലേലൂയ. ആയിരങ്ങൾ അങ്ങനെ രക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, ലിറ്റിൽ ഫ്ലോക്സിലെ വിശുദ്ധന്മാരുണ്ട്, അതുപോലെ ഈ വരുന്ന കാലഘട്ടങ്ങളിലെ വിശുദ്ധന്മാരുണ്ട്, 1000 ആണ്ടിലെ വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാവരോടും ചേർന്ന് കർത്താവിനോടൊപ്പം യുഗം നിത്യം വാഴാൻ പോവുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ കാണിച്ചിരുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അതിങ്ങനെ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. മനസ്സിലായോ? ആ ഒരു ജോയ്ഫുൾ അനുഭവം, ആ യുഗങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടി, നീതിമാനായ ദൈവത്തോടൊപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന ആ ദൈവജനത്തോടൊപ്പം തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവ് ആ ക്രൂശിലെ അപമാനം സഹിക്കാൻ കാരണം, ആ മുഴുവനും പാപവും തൻ്റെ തോളിൽ ഏൽക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരാൻ പോകുന്ന ആ യുഗങ്ങൾ നാം എല്ലാവരും, എനിക്ക് ആ സന്തോഷം ഓർക്കുമ്പോൾ ഈ ലോകത്തിൽ അധികം നാൾ ജീവിക്കുന്നതിനോട് ഒരു അർത്ഥവുമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവം അത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരിക അല്ലെങ്കിൽ പ്രയാസം വരിക എന്ന് പറയുമ്പോഴത്തേന് ആഹപ്പാടെ പേടിയാ. ഇപ്പൊ അങ്ങനൊരു സംഗതിയെ ഉണ്ടാകാറില്ല. കാര്യം നമുക്കറിയാം അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഇതിന്റെ 100 ഇരട്ടി 10,000 ഇരട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ നിത്യമായിരിക്കാൻ പോകുക. അപ്പൊ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. കർത്താവിന്റെ വരവിനോടുള്ള പ്രത്യാശ അല്ല നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടുന്ന പ്രത്യാശ. അതേത് സമയത്താണെങ്കിലും നമ്മൾ അഷ്വേർഡാണ്.
നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നു, നിങ്ങൾ പോയിട്ട് അത് എടുക്കാൻ ലോട്ടറി ഓഫീസിലോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ് എന്ന് പറഞ്ഞതുപോലുള്ള ഒരു അനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ രണ്ടെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടിരിക്കുക. അതിലെ നമ്മുടെ ആഴമായ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ല കർത്താവിന്റെ വരവായി കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഇതെനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ, വേണ്ടുന്ന രീതിയിൽ അവരെ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കും. അതുണ്ടാകാതിരിക്കാൻ ആത്മാർത്ഥതയോട് ഇതൊരു ഡ്യൂട്ടി നിവർത്തിക്കാനുണ്ട്. ഒരാളെ രക്ഷിക്കാനുള്ള ആത്മസമർപ്പണത്തോട് മറ്റുള്ളവരോട് ഈ സുവിശേഷം അറിയിക്കാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് റോമാലേഖനത്തിലേക്ക് തിരിച്ചു വരാം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം നമ്മളതൊന്ന് റീക്യാപ്പ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ഭാഗം ഒന്നുകൂടെ അതിലൂടെ നമ്മൾ പെട്ടെന്നൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ വിടുകയാണ്, ഇനി അവിടെ നിൽക്കുന്നില്ല. അടുത്ത വാക്യത്തിലേക്ക് കിടക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയായിട്ട് ഇനി വായിച്ച് മനസ്സിലാക്കാം. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്തിലോ? അല്ല, വിശ്വാസ മാർഗത്താൽ അത്ര. വേർ ഈസ് ബോസ്റ്റിംഗ് ദെൻ? ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ബൈ വാട്ട് ലോ ഓഫ് വർക്ക്സ്? നേ, ബട്ട് ബൈ ദ ലോ ഓഫ് ഫെയ്ത്ത്. ഇത് കണ്ടില്ലേ, ഇവിടെ പറയുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രശംസ എവിടാണ് നമുക്കുള്ളത്? നമ്മൾ എന്തിലാണ് ബോസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? രക്ഷ, നീതീകരണം ഏത് മാർഗത്തിലാണ്? ഇവിടെ കർമ്മമാർഗത്തിലാണോ എന്ന് ചോദിക്കുക. എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടാണോ എന്ന് ചോദിക്കുക. അല്ല, വിശ്വാസ മാർഗത്തിൽ തന്നെ. യെസ് ഇൻഡീഡ്, വിശ്വാസത്തിൽ കൂടെ മാത്രമാണ് ഇന്ന് രക്ഷ, ഒരു പ്രവൃത്തിയും ചെയ്യുന്നതിലല്ല. നിങ്ങൾ ഇന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം ഇന്ന് വിശ്വാസത്തിലാണ് രക്ഷയെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, ജലസ്നാനം കഴിക്കണം, എന്താ പറയുന്നത്, ടൈത്ത് കൊടുക്കണം, വിശുദ്ധ ജീവിതം, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ ഇതൊന്നും നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമല്ല. നിങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒരു വഴിയുമില്ല. ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. വാട്ട് ഈസ് ബോസ്റ്റിംഗ് ദെൻ? വേർ ഈസ് ബോസ്റ്റിംഗ് ദെൻ? എന്തിലാണ് നിങ്ങൾ ഇവനെ പ്രശംസിക്കേണ്ടത്? ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. അത് പോയി, അതിനി ഇല്ല. ഒരു വിഷയമേ നമുക്ക് പ്രശംസിക്കാൻ ഒരു സംഗതി ഇല്ലെന്ന് പറയുക. എഫെസ്യർ 2:8-9 നോക്കിക്കഴിഞ്ഞാൽ, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നെന്ന് അസന്നിഗ്ധമായിട്ട് ആരൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. കൃപയാലല്ലോ വിശ്വാസം മൂലം. പോളിന്റെ എല്ലാ ലേഖനങ്ങളും, ഇത് ഒരു ലേഖനത്തിൽ ആക്സിഡന്റലി പറഞ്ഞു പോയിരിക്കുന്ന കാര്യമില്ല. ഇതാണ് തന്റെ എഴുത്തുകളിൽ കൂടി താൻ വെളിപ്പെടുത്തിയിരിക്കുന്ന മഹൽ സത്യം. എഫെസ്യർ 2:8-9 പറയുന്നുണ്ടോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാ. നിങ്ങൾക്ക് എന്താ പ്രശംസിക്കാൻ വഴിയുള്ളത്? എന്ത് കണ്ടിട്ടാണ് നമുക്ക് പ്രശംസിക്കാൻ പറ്റുന്നത്? അടുത്ത വാക്യങ്ങളിൽ, അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഒരു പ്രവൃത്തിയും കാരണമല്ല. വേറെ ഒരുവനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, അത് കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസമാണ്. കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പലരും വിശ്വസിക്കാറുള്ള കാര്യമാണ്. ഈ വിശ്വാസികളെന്നൊക്കെ തങ്ങളെ തന്നെ പറയാറുള്ളൊരു കാര്യമാണ്, കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നു. ഇങ്ങനെ പറയുന്നത് തന്ത്രപരമായ ഒരു പ്രശംസയാണ്, ഒരു ബോസ്റ്റിങ്. അതായത് ഞാൻ എന്തോ വിശുദ്ധനായിട്ട് ജീവിക്കുന്നു, അതുകൊണ്ട് കർത്താവ് എന്നെ അങ്ങനെ നിലനിർത്തി പോകുന്നു, അതുകൊണ്ട് എനിക്ക് സ്വർഗരാജ്യം ലഭിക്കാൻ പോകുന്നു എന്ന് തൻ്റെ ഉള്ളിലെ ഒരു തന്ത്രപരമായ ചിന്ത. ഇതൊരു പ്രശംസയാണ്. അവനവൻ്റെ ഉള്ളിലെ തന്നെ ഒരു പ്രശംസയാണ്. ഞാൻ എന്തോ മാന്യനായിട്ട് ഇപ്പം ജീവിക്കുന്നു, പണ്ട് ഞാൻ മോശമായിരുന്നു, ഇപ്പം ഞാൻ എല്ലാം ക്രമീകരിച്ച് ജീവിക്കുന്നു എന്ന് ഉള്ളിൽ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ, എന്തോ നമ്മുടെ ആ ഒരു പ്രവൃത്തിയാൽ, നമ്മുടെ ആ ഒരു ക്രമീകരണത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ബോസ്റ്റിംഗ് ആണ്, അതൊരു ബ്ലാസ്ഫമിയാണ്. അത് ദൈവത്തിനെതിരെയുള്ളൊരു ദൂഷണമാണ്, ദൈവദൂഷണം. ദൈവത്തിന്റെ നീതീകരണ പദ്ധതിയിൽ മനുഷ്യന്റെ സ്വയനീതിക്ക് ഒരു പ്രസക്തിയുമില്ല. സീറോ വാല്യൂ. നിങ്ങൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്തു എന്ന് പറഞ്ഞാലും, നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ നീതീകരണത്തോടുള്ള ബന്ധത്തിൽ അതിന് സീറോ വാല്യൂവാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നിങ്ങൾ വിശ്വാസം മൂലം, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. മനസ്സിലായോ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മൾ ഓരോരുത്തരും പാപം
എന്തുമാത്രം പാപമാണ്. നമ്മുടെ പാപം ചുമന്നുകൊണ്ട് കർത്താവ് കാൽവറിയിൽ കയറിയിരിക്കുക. നിങ്ങളുടെ പാപം വിട്ടുകളഞ്ഞിട്ടില്ല കേട്ടോ. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമാകുമ്പോൾ നിങ്ങളുടെയും കൂടെ പാപം ചുമന്നുകൊണ്ടാണ് കർത്താവ് ആ കാൽവറിയിൽ കയറിയത്. എത്ര പാപം ചെയ്തിട്ടുണ്ട് നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങളുടെ പാപം എത്ര എണ്ണം ഉണ്ടെന്ന്? 10 എണ്ണം ഉണ്ടോ? ഒരു മണിക്കൂറിൽ 10 എണ്ണത്തിൽ കൂടുതലുണ്ട്. 100 ആണോ 1000 ആണോ ലക്ഷക്കണക്കിനെന്ന് എത്രമാത്രം പാപങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാപം നമ്മുടെ ഒരാളുടെ മാത്രമല്ല, ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരുടെ. ഇന്ന് 800 കോടി ജനം ഇന്ന് ഈ ലോകത്തിലുണ്ട്. ഏകദേശം ഒരു 1500 കോടിക്ക് മേലെ മണ്ണിന് അടി പോയിട്ടുണ്ട്. ഇന്ന് മണ്ണിന് മേലെ 800 നിപ്പുണ്ട്. എത്ര കോടിക്കണക്കിന് പാപങ്ങളെയാ ഈ മുഴുവൻ ലോകത്തിന്റെയും പാപമാ തൻ്റെ തോളിലേറ്റിയിരിക്കുന്നത്. അതിന് പരിപൂർണ പരിഹാരം വരുത്തിയിരിക്കുക. ആ പരിശുദ്ധ രക്തം അതിന് മറുവിലയായിട്ട് കൊടുത്തിരിക്കുക. സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ആദരിക്കാതെ ആ കാൽവറിയിൽ തകർത്ത് കളഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിശുദ്ധി വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ പ്രാർത്ഥന, പിന്നെ നിങ്ങളുടെ ജലസ്നാനം, നിങ്ങൾ പിന്നെ ടൈത്ത് കൊടുത്തു, നിങ്ങൾ അന്യഭാഷ പറയുന്നു, നിങ്ങൾ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലിയർ ബ്ലാസ്ഫമി. ദൈവദൂഷണമാണ്. ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ജീസസ് ക്രൈസ്റ്റ് for what he did in the cross of Calvary. കർത്താവ് കാൽവറിയിൽ ചെയ്തതിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്താ, ഞാൻ പറയുന്നത് നിങ്ങൾ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ഇന്ന് നിങ്ങൾ ഒരാടിനെ മേടിച്ചോണ്ട് വന്ന് നിങ്ങൾ ഒരു ആൾട്ടറൊക്കെ കെട്ടി അവിടെ ഒരു ആടിനെ യാഗം കഴിക്കാന്ന് വിചാരിക്കും. ഒരു യാഗം കഴിക്കുക. നിങ്ങളുടെ പാപങ്ങൾ അല്പം കൂടിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു നല്ല ആടിനെ മേടിച്ച് യാഗം കഴിക്കാൻ പോവുകയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ല, ആ ആടിനെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു വലിയ പാപമാണ് ചെയ്യുന്നത്. കർത്താവിനെ ഡയറക്റ്റ് ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ യാഗമായതുകൊണ്ട്. ഇതുപോലുള്ള മറ്റ് പ്രവൃത്തികളും ചെയ്തു കഴിയുമ്പോൾ, ഇൻക്ലൂഡിങ് വാട്ടർ ബാപ്റ്റിസം, അവരോട് കൊടുത്തിരുന്ന കാര്യങ്ങളും അവർക്ക് അന്ന് രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ എന്താ നടന്നതെന്ന് അറിയുന്നതിന് മുമ്പ് അവർക്ക് കൊടുത്തിരുന്ന ഉപദേശങ്ങളെ എടുത്ത് നിങ്ങൾ ഇന്നും ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന്റെ ക്രൂശിനെ നോക്കി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് തിരിച്ചു വരാം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. എങ്കിൽ ആകിയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്തിലാണോ? നിങ്ങൾ പ്രശംസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ കർമ്മമാർഗത്തിൽ നിങ്ങൾക്ക് പ്രശംസിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുക. അല്ല, വിശ്വാസ മാർഗത്തിൽ. വിശ്വാസത്തിലായിരിക്കണം നമ്മുടെ പ്രശംസ മുഴുവനും. അടുത്ത വാക്യം 3:28. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുകയല്ല, നാം അങ്ങനെ വിശ്വസിക്കുക. അങ്ങനെ തന്നെ നാം വിശ്വസിക്കുന്നു. Therefore we conclude that a man is justified by faith without the deeds of the law. അതാണ് നാം ഇന്ന് വിശ്വസിക്കുന്നത്. ഇവിടെ പ്രവൃത്തികൾ പലതും നമുക്ക് പ്രശംസയ്ക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ഇവിടെ പ്രശംസയെല്ലാം പോയി, നമുക്കൊന്നും പ്രശംസിക്കുവാൻ വഴിയില്ല. സാൽവേഷൻ ഈസ് ഇൻ ഗ്രേസ് അലോൺ and it is faith alone and it is in Christ alone. ഇവിടെ ഈ പറയുന്ന സാൽവേഷൻ, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് കർത്താവിന്റെ കൃപയാണ്, വിശ്വാസം മൂലമാണ്. അത് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും വേറെ ആരുമില്ല, ഒരുത്തരിലും രക്ഷയില്ല. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് അലോൺ. വേറെ ആരുടെ മുന്നേ പോയി കുമ്പിട്ടിട്ട് ഒരു പ്രയോജനവുമില്ല. സീറോ വാല്യൂ. നിങ്ങൾ ഈ തിരുവചനത്തെ വിശ്വസിക്കുന്നെങ്കിൽ, ബൈബിളിനെ ആദരിക്കുന്നുവെങ്കിൽ, ക്രിസ്തീയ വിശ്വാസത്തെ നിങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ, ഇത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. ഇറ്റ് ഈസ് ഗ്രേസ് അലോൺ ആൻഡ് ഫെയ്ത്ത് അലോൺ ആൻഡ് ഇൻ ക്രൈസ്റ്റ് അലോൺ. ഇഫ് യു ആഡ് എനിത്തിങ് ടു ദീസ് അലോൺസ്, ഇറ്റ് ഈസ് എ ഫോൾസ് ഗോസ്പൽ. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ അലോൺ, ഗ്രേസ് അലോൺ, ഫെയ്ത്ത് അലോൺ, ക്രൈസ്റ്റ് അലോൺ എന്ന് പറഞ്ഞതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഫോൾസ് ഗോസ്പൽ. ഇതിനെയാ വേറൊരു സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻത്തെ മുഴുവനായിട്ട് വിഴുങ്ങിയിരിക്കുന്നത് ഈ വേറൊരു സുവിശേഷമാണ്. ഇതിൻ്റെ കൂടെ വേറെ പലതും ആഡ് ചെയ്തിരിക്കുക. ഇന്നത്തെ പ്രസംഗം മുഴുവനും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഏതെങ്കിലും പ്രസംഗം ശ്രദ്ധിച്ചു നോക്കി, മുഴുവനും ക്രമീകരണം പ്രാപിക്കുക. റിപ്പന്റ്, മടങ്ങി വരണം, നീ വിശുദ്ധനാകണം, നീ യഥാസ്ഥാനപ്പെടണം. എൻ്റെ പ്രിയ സഹോദരി സഹോദര, നിങ്ങളുടെ ഈ ക്രമീകരണവും നിങ്ങളുടെ ഈ വിശുദ്ധിയ നിമിത്തം നിങ്ങൾ രക്ഷിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല.
അതിലൊന്നും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് കഴിയത്തില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും നാം ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അങ്ങനെ നമ്മൾ ഒരു നാൾ അവിടെ നിൽക്കും. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അവിടെ പ്രതിഫലം ലഭിക്കും. ഇതൊന്നും വിനാ പോകത്തില്ല. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്, അതിന് പ്രതിഫലമുള്ളതാണ്. ഇത് കണ്ടില്ലയോ? ഇവിടാണ് അതിന്റെ പ്രസക്തി. അല്ല, നിങ്ങളുടെ നീതീകരണത്തിനല്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഇത് നീതിമാന്മാരുടെ ന്യായവിസ്താര സഭയാണ്, പാപികളുടെ അല്ല. ഈ ലോകത്തിൽ കിടക്കുന്നവരുടെയോ ദുഷ്ടന്മാരായി മരിച്ചുപോയവരുടെ കാര്യമല്ല ഈ പറയുന്നത്. നീതിമാന്മാർ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ റാപ്ചറിൽ ചേർക്കപ്പെട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുകയും നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഇവിടാണ് എൻ്റെ പ്രതിഫലം ഇരിക്കുന്നത്. എനിക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരുടെയും പ്രത്യാശ ഇതാണ്, പ്രതിഫലം നമുക്ക് ലഭിക്കും. ഞാൻ ഈ അധ്വാനിക്കുന്നതിനോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവം എനിക്ക് പ്രതിഫലം തരും. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ചെയ്തതിനെല്ലാം എണ്ണി ദൈവം എനിക്ക് പ്രതിഫലം തരും. നിങ്ങൾ ഓരോരുത്തരും ചെയ്തതിനെല്ലാം നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങളിൽ പലരും ഞങ്ങളെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കാതെ പലരും വിളിച്ച് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെയോ ഇതിനൊക്കെ ക്യാഷിന്റെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും പലരും വിളിച്ചിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുകയും ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഓരോന്നിനും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് ദൈവം നിങ്ങൾക്ക് പകരം തരും. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. അതൊന്നും നിങ്ങളുടെ രക്ഷയോ നിങ്ങളുടെ നീതീകരണത്തെയോ സംബന്ധിക്കുന്ന കാര്യമല്ല. നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് ശരിയാണ്. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. ഒത്തിരി നേരം നിൽക്കുന്നില്ല, മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. 3-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരിക. 29 ആണ് നമ്മളിപ്പോൾ വായിച്ചത്. 29-ാമത്തെ വാക്യം, അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം എല്ലാവരെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓഫ് കോഴ്സ് യഹൂദനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവജനമാണെന്നുള്ളത് ശരിയാ, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. കാര്യം അവർക്ക് ഈ ഭൂമിയിൽ ദൈവം ഇവിടെ വാഴുവാനായിട്ട് അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തത്തിന് പ്രകാരം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ നമ്മൾ വിട്ടുപോയി, നമ്മൾ പാപത്തിലാകപ്പെട്ട ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നും പറഞ്ഞ് ദൈവം നമ്മളെ വിട്ട് കളഞ്ഞിരിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 2000 വർഷത്തെ ഈ കൃപ കാലഘട്ടം എന്നെയും നിങ്ങളെയും ഓർത്ത് തുറന്നിരിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷ പ്രാപിക്കാനുള്ള ഒരു ഓപ്പണിംഗ് ആയത്. ഇവിടെ യഹൂദനെന്ന് യവനെന്നൊന്നുമില്ല, എല്ലാവർക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവം തുറന്നിരിക്കുക. ഇവിടെ ആര് ഈ വിശ്വാസത്തിലേക്ക് വരുന്നു അവർക്കൊക്കെ ഈ രക്ഷയിലേക്ക് വരുവാനായിട്ട് കഴിയും. ഈ ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാകുന്നു. അടുത്ത വാക്യം, ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. ഈ ഒരു ഭാഗ്യം നമുക്കും ലഭിച്ചിരിക്കുക. ഹല്ലേലൂയ. ഒരു കാലത്ത് നമുക്കിതിന് ഭാഗ്യമില്ലായിരുന്നു. അന്ന് നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. ഈ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് മുമ്പേ ദൂരസ്ഥരായിരുന്ന നാം ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. എഫേസ്യർ 2:13. ഹല്ലേലൂയ. ഇവിടെ പറയാണ് പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. അടുത്തൊരു വാക്യം, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നമ്മളിപ്പോൾ വിചാരിക്കല ന്യായപ്രമാണം ദൈവം തന്നതിനെ നമ്മൾ ദുർബലമാക്കുവാന്നോ? അല്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. എന്താ ഈ പറയുന്നത്? ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക ചെയ്യുന്നതെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാകുന്നു ഒരു നാളുമില്ല. ന്യായപ്രമാണ പ്രകാരം പാപത്തിന് പരിഹാരം വരുത്തുവാൻ പ്രായശ്ചിത്ത യാഗം ആവശ്യമാണ്. അതാ ന്യായപ്രമാണം നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? ന്യായപ്രമാണത്തിൽ കൂടി പാപത്തിന് പരിഹാരമായിട്ട് പ്രായശ്ചിത്തം ചെയ്യണം. അതാ നമ്മളെ പഠിപ്പിച്ച ആടിനെയും കാളകളെയും ഒക്കെ യാഗം കഴിക്കണം. ആ യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് പുരോഹിതന്മാരെയൊക്കെ ദൈവം കൽപ്പിച്ചാക്കിയത് അതെല്ലാം ന്യായപ്രമാണത്തിന്റെ നിയമമാണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ക്രൈസ്റ്റ് ഡിഡ് ഇൻ ദ ക്രോസ് ഓഫ് കാൽവറി. കർത്താവ് ക്രൂശിൽ നിവർത്തിച്ചത് അതാണ്. ഈ സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ ലോ. ന്യായപ്രമാണ പ്രകാരം കർത്താവ് യാഗം കഴിച്ചിരിക്കുക. കർത്താവിന്റെ ആ പരമയാഗത്തിലൂടെ ന്യായപ്രമാണത്തെ കൺഫേം ചെയ്തിരിക്കുക, ഉറപ്പിച്ചിരിക്കുക. അതായി പറയുന്നത്. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാകുന്നോ? നേ, അല്ല, ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. ആ പ്രമാണത്തിൽ കൂടി യാഗം ആവശ്യമാണെന്ന് പറഞ്ഞതിന് പ്രകാരം കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുക. അതിലൂടെ ന്യായപ്രമാണത്തെ കൺഫേം ചെയ്യുക ചെയ്യുന്നത്. ഹല്ലേലൂയ. 31-ാമത്തെ വാക്യത്തോടു കൂടി
മൂന്നാമത്തെ അധ്യായം തീരുകയാണ്. നാലാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാലാമത്തെ അധ്യായം, ഞാൻ ഈ നാലാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മൂന്നാമത്തെ അധ്യായം നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇടുക. 20-ാമത്തെ വാക്യം മുതൽ 31 വാക്യം മുതൽ 31 വാക്യം വരെ നിങ്ങൾ എല്ലാവരും ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. ഈ വാക്യം ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. എത്ര പ്രാവശ്യം വായിച്ചാൽ പഠിക്കും അത്രയും പ്രാവശ്യം വായിക്കുക. 25 പ്രാവശ്യം വായിച്ചാൽ അത് പഠിക്കുമെന്നുണ്ടെങ്കിൽ 25 പ്രാവശ്യം വായിക്കുക. അത് ബൈ ഹാർട്ടാക്കണം. ഇതൊരു ദൈവത്താൽ എനിക്ക് ലഭിച്ച ഒരു നിയോഗമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുക. നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും ഇത്രയും ഭാഗം ഒരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ വിശ്വാസ പ്രമാണം കൊച്ചിലെ മുതലേ പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. ഇത് ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മാംസത്തിനും നിങ്ങളുടെ മജ്ജയ്ക്കും ഒക്കെ അത് അനുഗ്രഹമായിരിക്കും. ഈ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. നിന്നോട് ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഒരു ആന്റി വൈറസ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മാതിരി ഈ വാക്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ലോകത്തിൽ നിന്ന്, ഇതിലെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട്, നമ്മളെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുക. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാൻ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. നമ്മുടെ മുന്നിൽ 10 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഞാൻ അതിലേക്ക് ഇന്ന് കടക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ് 4-ാമത്തെ അധ്യായം. 4, 5, 6 ഈ അധ്യായങ്ങളിലൊക്കെ കയറി കഴിയുമ്പോൾ 8-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഏറ്റവും അതിമനോഹരമായ അധ്യായമാണ്. അപ്പം ഈ അധ്യായങ്ങളിലേക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ അല്പം കൂടുതൽ സമയം നിന്നു. പക്ഷേ എങ്കിലും അത് അധികമായി പോയില്ല എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു, വിശ്വസിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നില്ല. കടന്നു കഴിഞ്ഞാൽ എനിക്കുന്നത് ഒരു വാക്യം പോലും തീർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുക്കത്തോടു കൂടി നമുക്കായിരിക്കാം. അടുത്ത ആഴ്ചയിൽ ക്ലാസ് ഇല്ല. അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ ഈ ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ആഴ്ച, അതായത് 12-ാം തീയതി ഏപ്രിൽ ശനിയാഴ്ച നമ്മുടെ ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കുന്നതാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയും കൂടുതൽ ആഴമായിട്ട് ഈ കാര്യങ്ങളെ പഠിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ദൈവം അതിനായിട്ട് ഇടയാക്കട്ടെ. നമ്മുടെ ഹൃദയ നിലങ്ങളെ വിശാലമാക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.